ഹലോ ഹലോ കൂട്ടുകാരെ. അപ്പം ഞാൻ എൻ്റെ സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, വീട്ടിലുണ്ടാക്കിയ അവൽ വിളയിച്ചത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 2 ഓർഡർ ഞാനിന്ന് രാവിലെ കൊണ്ട് കൊടുത്തു. ഒരുപാട് സന്തോഷം. ഈ 2 ഓർഡറെങ്കിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവരും പറ്റുമെങ്കിൽ മാവേലിക്കര ഭാഗത്തുള്ള എല്ലാവരും വാങ്ങിക്കുക. ഞാൻ വീട്ടിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം അത്രയും അതിലൊരു ആഡിങ് കളറോ അല്ലെങ്കിൽ മറ്റ് ഒന്നും ഉപയോഗിച്ചല്ല, നമ്മൾ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയതാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം ഞാൻ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഹെൽത്ത് നോക്കിയിട്ടല്ലേ നമ്മൾ എന്താണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊരു ആഹാരം കൊടുക്കുമ്പം അവർക്കത് എങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്കത് എന്തെങ്കിലും ദോഷം ചെയ്യുമോ അല്ലെങ്കിൽ ഇന്നതൊക്കെ കൊടുക്കാൻ പറ്റുമോ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കടയിൽ നിന്നാണെങ്കിലും ഒരു ആഹാരം വാങ്ങിക്കുമ്പോൾ നമ്മളതെല്ലാം നോക്കിയിട്ടല്ലേ വാങ്ങിക്കുന്നത്. അപ്പം വീട്ടിലുണ്ടാക്കുമ്പം നമ്മൾ അത്രയും നല്ല രീതിയിലല്ലേ ചെയ്യത്തുള്ളൂ. അപ്പം ഞാനും അതുപോലെ തന്നെയാണ്, നല്ല രീതിയിൽ ചെയ്തതാണ്. അപ്പം ചെറിയൊരു സംരംഭം തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും നിങ്ങളിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പറ്റുന്നവർ വാങ്ങി സപ്പോർട്ട് ചെയ്യുക. പിന്നെ വാങ്ങി കഴിച്ചു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അഭിപ്രായം പറയുക, മറ്റുള്ളവരോടും പറയുക, വാങ്ങിക്കാൻ പറയുക. നമ്മൾ മാവേലിക്കര ഭാഗത്താണിപ്പം. മാവേലിക്കര മാങ്കാങ്കുഴി, ആറുന്നൂറ്റിമംഗലം, എൻ്റെ വീട് ആറുന്നൂറ്റിമംഗലമാണ്. അപ്പം ആറുന്നൂറ്റിമംഗലം, അതുപോലെ ചെട്ടുളങ്ങര, കണ്ണമംഗലം, നമ്മൾ ആ മാവേലിക്കര ബേസ് ചെയ്ത് മാവേലിക്കര ചുറ്റുവട്ടത്തെല്ലാം അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. പല്ലാരിമംഗലം. ഇന്നൊരു ഓർഡർ കുറ്റിത്തെരുവിലായിരുന്നു, കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഒന്ന് ആനയിടിക്കാവിലായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അവൽ വിളയിച്ച മാത്രമല്ല, നമ്മൾ ഉപ്പേരി ചിപ്സ് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഏത്തയ്ക്ക ഉപ്പേരി, ചീനി ഉപ്പേരി, അതുപോലെ തന്നെ കളി ഉടയ്ക്ക. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. എല്ലാവരും എന്തായാലും വീട്ടിലുണ്ടാക്കുന്നവരും ഉണ്ട്, ഉണ്ടാക്കാത്തവരും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം. എൻ്റെ ഫേസ്ബുക്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം അച്ചാറിൽ മീനച്ചാർ, അതുപോലെ തന്നെ മാങ്ങ, നാരങ്ങ അച്ചാറൊക്കെ വിൽക്കാൻ താല്പര്യമുണ്ട്. പിന്നെ കൂടുതലും അരിയുണ്ടയൊക്കെ ഞാൻ സ്ഥിരം എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളാണ്. അച്ചാറാണേലും എല്ലാം നമ്മൾ വീട്ടിൽ അത്രയും ഇതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ കാര്യം ഓർത്തൊന്നും നിങ്ങൾ പേടിക്കേണ്ട. അത്രയും നല്ല വൃത്തിക്കും നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ എന്താണ്, താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യണം. ഓണമൊക്കെ അല്ലേ വരുന്നത്, എല്ലാവരും ഉപ്പേരിയൊക്കെ കഴിക്കുമല്ലോ. അപ്പം ഏത്തയ്ക്ക ഉപ്പേരി, ചീനി ഉപ്പേരി, കളി ഉടയ്ക്ക, മുറുക്കൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ മുറുക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഗൾഫിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്തു തരും. പിന്നെ അച്ചാറൊക്കെ നമ്മളെല്ലാവരും സ്ഥിരം വീട്ടിൽ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ അച്ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യുക. ഒരു മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ അതിനനുസരിച്ച് അത് ചെയ്തു തരും. അവലൊക്കെയെന്ന് പറഞ്ഞാൽ അവൽ ഇപ്പോൾ വിളയിച്ചത് 1 കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം ഈ ഓണാട്ടുകാരക്കാർ നമ്മളെ ചെട്ടുളങ്ങര അമ്മയുടെ മണ്ണിലുള്ളവർക്ക് അറിയാം, കുതിരക്കഞ്ഞിയിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു ഘടകമല്ലേ നമ്മുടെ അവൽ വിളയിച്ചതെന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ എനിക്ക് താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുക. താങ്ക് യു.